ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ദ സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഇന്നും നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ മറ്റൊന്നുമല്ല, റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 എന്ന് പറഞ്ഞ ഒരു ഇയർബഡ്സിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്കൊരു ഇയർബഡ്സ് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി താല്പര്യം നമുക്ക് റിയൽമി എന്നൊരു പ്രൊഡക്റ്റാണ്. ലൈറ്റിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ റിയൽമി ടെക് ലൈഫിൻ്റെ ഇയർബഡ്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് മേടിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സംഭവം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സാധനം മേടിക്കണം എന്നുള്ളത്. അപ്പോൾ റിയൽമിയാണ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിയൽമിയുടെ പ്രൊഡക്റ്റ് തന്നെ മേടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ നമ്മൾ ഇയർബഡ്സൊക്കെ മേടിക്കും. ഓക്കെ, അത് പിന്നീട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഈ സാധനം പൊട്ടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഒന്നുകൂടെ ടേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യമായി നമ്മുടെ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കേസിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ റിയൽമി വന്ന ബോക്സ്, റിയൽമിയുടെ ബോക്സ്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിനകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ വേക്കൻ്റാണ്. പിന്നെ ഫ്രണ്ടിൽ അതിൻ്റെ പടമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു കേസിങ് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന നമ്മുടെ വാറണ്ടി കാർഡ്, പിന്നെ ഗൈഡ്, യൂസർ മാനുവൽ ഗൈഡ് എല്ലാം കൂടി കൂടിയ ഒരൊറ്റ പേപ്പറാണ്. ഫോർ എവർ ഡെയർ ടു ലീപ്പ്. സോ അതാണ് അവരുടെ ഒരു സ്ലോഗൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ റിയൽമിക്കുള്ളതാണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെ കൂടെ. പിന്നെ ഹായ് റിയൽമി ഫാൻ എന്നൊക്കെ പറഞ്ഞ് പുറകിലൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരു പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാറണ്ടി കാർഡ് അത് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ അത് ഒരു ചെറിയൊരു കുഴി പോലത്തെ ഇരിക്കുന്നൊരു പെട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നീലയാണ് ഞാൻ ഓർഡർ ചെയ്ത കളറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് നമുക്ക് ഇത് ഞാൻ കാണിക്കാൻ ചാർജർ വരുന്നുണ്ട്. ചാർജർ C ടൈപ്പാണ് ചാർജർ. ഒരു സൈഡ് സിയും മറ്റേ സൈഡ് USB നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ ഇത് ഇവിടെ പുറകിൽ അതുപോലെ വെച്ചിട്ടാണ് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതവിടെ ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, റിയൽമി ടെക് ലൈഫ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കളർ പറഞ്ഞ പോലെ ബ്ലൂ തന്നെയാണ്. അപ്പോൾ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. ലൈറ്റ് കുറവാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ഓൺ ചെയ്യാം കേട്ടോ എൻ്റെ ക്യാമറയുടെ. ചിലപ്പം കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്യാമറയുടെ ഫ്ലാഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമിയുടെ ടെക് ലൈഫ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ അത് സ്റ്റോപ്പ് ഓൺ ചെയ്യുമ്പം അതിനകത്ത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ 2 ബഡ്സ് ഉണ്ട്. ഓക്കെ, 2 ബഡ്സ് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ എന്നാൽ എഴുതിയിട്ടുണ്ട് 2 ബഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തുറക്കുമ്പം അതേ കാണുന്ന 2 ബഡ്സ് ഉണ്ട്. ഓക്കെ, ഒരെണ്ണം റൈറ്റ് ആൻഡ് ഒരെണ്ണം ഫോർ ലെഫ്റ്റ് ഇയേഴ്സിനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു പച്ച ഇൻഡിക്കേറ്റർ. അപ്പോൾ നമുക്കത് ചാർജ് ചെയ്യാൻ നേരത്തെ അത് ഓണാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഓണാവും. അത് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് ഈ കാണുന്ന രീതിയിൽ ലെഫ്റ്റ് ബഡ് സൈഡാണ്, റൈറ്റ് ബഡ് സൈഡാണെന്നുള്ളത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഷേപ്പിൽ തന്നെയാണ് അതിൻ്റെ ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100ൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 28 മണിക്കൂർ, ദാറ്റ് ഈസ് 28 hours ഓഫ് പ്ലേ ബാക്ക് ഉണ്ട്. 10mm ഡൈനാമിക് ബാസ് ഡ്രൈവർ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5.3 ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 88 ms സൂപ്പർ ലോ ലാറ്റൻസി ആണ്. പിന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഉള്ളത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അത് AIയുടെ സഹായത്തിന് AIENC നോയിസ് ക്യാൻസലേഷൻ ഫോർ കോൾസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമ്മുടെ ഈ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100ൻ്റെ ഫീച്ചേഴ്സ് ഇത്രയാണ്. അതൊക്കെ നമ്മുടെ ബോക്സിൻ്റെ സൈഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓൾറെഡി ആദ്യം എടുത്ത് മാറ്റി വെച്ച നമ്മുടെ ചാർജിങ് പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ചാർജിങ് പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് USB-C ടൈപ്പ് ചാർജറാണ്. പിന്നെ 1 end നമുക്ക് USB ടൈപ്പ്, അതർ end is C ടൈപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇത് ഇവിടെയാണ് നമ്മുടെ C ടൈപ്പ് പോർട്ട് കയറുന്നത്. പിന്നെ മറ്റേ ഭാഗം അതർ end എന്ന് പറയുന്നത് നമുക്കൊന്നെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അഡാപ്റ്ററിലോ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആട്ടോ അത് കുത്താനും. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഊരി വലിച്ചു കഴിയുമ്പോൾ അതൊന്ന് ഇത് കട്ടി അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണത് കയറുന്നത്. പിന്നെ ഇവിടെയൊക്കെ റിയൽമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സി ടൈപ്പ് ചാർജറിൻ്റെ ആ സൈഡിലായിട്ട് നമുക്ക് റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ചാർജറിൻ്റെ കാര്യം. അപ്പോൾ 2 യൂണിറ്റായി. ഒന്ന് ചാർജറാണ്, പിന്നെ ഒന്ന് നമ്മുടെ മെയിൻ യൂണിറ്റ് ഇയർബഡ്സ്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആ ഒരു കാർഡാണ്. ഓക്കെ, ഫോർ ഡെയർ ടു ലീപ്പ് എന്ന് എഴുതിയിരിക്കണേ നമ്മുടെ വാറണ്ടി കാർഡ് പ്ലസ് യൂസർ മാനുവൽ ഗൈഡ് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാർണിങ്സ്, പിന്നെ എങ്ങനെയാണ് ബാറ്ററിയുടെ വാർണിങ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യം ടിപ്സൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാ പ്രൊഡക്റ്റിനകത്തും വരുന്ന പോലെ തന്നെയാണ്. പിന്നെ റീസൈക്ലിംഗ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാറണ്ടി ഏകദേശം വരുന്നത് 1 വർഷത്തേക്കാണ് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ 12 months ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ, എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ 12 months എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 year ആണ് നമ്മുടെ വാറണ്ടി. പിന്നെ നോൺ വാറണ്ടി സിറ്റുവേഷൻസ്, അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് സമയം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വായിക്കണമെങ്കിൽ വായിച്ച് നോക്കാം. പിന്നെയുള്ളത് വാറണ്ടി കാർഡിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഹായ് റിയൽമി ഫാൻ എന്ന് പറഞ്ഞ വേറൊരു ലോഗോ, ഒരു പടമോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ യൂസർ മാനുവൽ ഗൈഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പെയർ ആയിട്ടുണ്ടെങ്കിൽ പെയർ ആവും. അല്ലെങ്കിൽ നമ്മൾ ഇയർബഡ്സ് എടുത്തിട്ട് അവിടെ ടാപ്പ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 സെക്കൻഡ് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് മോഡിൽ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് അത് കണക്റ്റായി വരും. അപ്പോൾ മാനുവൽ പെയറിംഗ് മോഡുണ്ട്, ഓട്ടോമാറ്റിക് പെയറിംഗ് മോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 ഫിംഗറും കൂടെ അവിടെ 5 സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ഫങ്ഷനാലിറ്റി. പിന്നെ ഇവിടെയുള്ള ബഡ്സിൻ്റെ നമ്മുടെ ഈ മെയിൻ ഇയർബഡ്സിനകത്ത് വരുന്ന മറ്റേ മെയിൻ യൂണിറ്റിനകത്ത് വരുന്ന ബഡ്സിൻ്റെ സൈസുകളുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പം സ്പോട്ടിഫൈയിൽ ഞാനിപ്പോൾ പാട്ട് കേൾക്കുവാണ് നമ്മുടെ ഇയർബഡ്സ് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്തുമായിട്ട്. അപ്പോൾ പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ്, അല്ലെങ്കിൽ പോസ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ്. പിന്നെ നമുക്ക് കോൾ എടുക്കണമെങ്കിലും ഡബിൾ ടാപ്പ്. പിന്നെ ആണെങ്കിൽ നമുക്ക് ഹാങ് അപ്പ് ചെയ്യണമെങ്കിൽ 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇയർബഡ്സിൽ നിൽക്കിയാൽ മതി അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഓപ്പറേഷൻസ് മോഡ്. പിന്നെ ഇവിടെ QR കോഡ് സ്കാനിങ്, പിന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ നമ്മൾ ഫൈനലി തന്നേക്കണേ. അപ്പോൾ 100% ആണെങ്കിൽ നമുക്ക് പച്ച ലൈറ്റ് ആയിരിക്കും. പിന്നെ ഗ്രേറ്റർ ദാൻ 20% ആണെങ്കിൽ ഫ്ലിക്കറിംഗ് ആയിട്ടുള്ള പച്ച ലൈറ്റ്, അതായത് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും. പിന്നെ ലെസ് ദാൻ 20% ആണെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും തെളിയുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസുമാണ് ഇതിനകത്ത് താഴെ. എന്തൊക്കെ യൂണിറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, എത്ര നമുക്ക് അറിയാം, ഇയർഫോൺ, Type-C ചാർജർ, പിന്നെ നമ്മുടെ വാറണ്ടി കാർഡ് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ പവർ ഇൻപുട്ട്, വോൾട്ടേജ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ അപ്പോൾ ഇത്രയുള്ള ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇയർബഡ്സിൻ്റെ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 unboxing. So hope you enjoy this video of the unboxing of my product of the Realme. So keep watching Strands of Happiness for more videos like this. Thank you so much. Signing off, Strands of Happiness.